ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവന്റെ കേസ് ഇനി മുതൽ വാദിക്കുന്നത് നന്ദിത മഹാദേവനാ. ജീവന്റെ ഡിമാൻഡ് ആയിരുന്നു അഡ്വക്കേറ്റ് നന്ദിത മഹാദേവൻ തന്നെ മതിയെന്ന്. എത്രയായി? 60 രൂപ. ഹരിയേട്ടാ, ഹരിയേട്ടാ സുഖല്ലേ? ഹരിയേട്ടനിപ്പോ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടിയല്ലേ? ഇത് കോടതിയാ. എല്ലാരും അല്പം മാന്യത സൂക്ഷിക്കുന്ന സ്ഥലമാ. ഓ, ഞാൻ വഴക്കിനൊന്നും വന്നതല്ലേ. ജീവൻ അവസാനം കോടതിയിൽ വന്നപ്പോ ഒരു സഹായത്തിന് ഞാനൊപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. സത്യം പറഞ്ഞ സുജാത ആന്റി നിൽക്കുന്ന സ്ഥാനത്താ ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എത്ര വലിയ കുറ്റവാളിയായാലും അമ്മമാര് മക്കളെ ന്യായീകരിക്കുമല്ലോ. പക്ഷേ സുജാത ആന്റി അത് ചെയ്തില്ല. അതുകൊണ്ട് ആ സ്ഥാനം നീ എടുത്തു അല്ലേ? ശവങ്ങൾ വീഴുന്നിടത്ത് കഴുകന്മാര് നോക്കിയിരിക്കും. ദാ ഇവളെ പോലെ. ഹരേ, നമുക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കാം. വാ. പോകാം. Good morning. Good morning, Hari. ജീവന്റെ കേസ് ഇനി മുതൽ വാദിക്കുന്നത് നന്ദിത മഹാദേവനാ. ജീവന്റെ ഡിമാൻഡ് ആയിരുന്നു അഡ്വക്കേറ്റ് നന്ദിത മഹാദേവൻ തന്നെ മതിയെന്ന്. അമ്മേ, അപ്പോ ഇവരാണോ നമ്മളെ ചോദ്യം ചെയ്യാൻ പോകുന്നേ? എടോ, ആരായാലും നമുക്കെന്താ? ഇവരെ നമുക്കറിയില്ലായിരുന്നെങ്കിൽ പുതിയൊരാളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നല്ലോ. ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഹരി, കോടതി നീതി നടപ്പാക്കാനുള്ള സ്ഥലമല്ലേ.
പരസ്പരം വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമല്ലല്ലോ. മോക്കാച്ചനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? മക്കളെ, ഈ ഭൂമിയിലെ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛനാ കേട്ടോ. അവന്റെ ശ്വാസമാ മോള്. പക്ഷെ മോളെ കൂടെ നിർത്താൻ അച്ഛനൊരു മാർഗം ഇല്ലാണ്ടായിപ്പോയി. എനിക്കറിയാം അപ്പൂപ്പ. ആദ്യം നിത്യാമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോഴേ നിത്യാമ്മയോട് കൊറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോ നിത്യാമ്മ പറഞ്ഞു, ആദ്യെ ഭയങ്കര ഇഷ്ടാണെങ്കിലും ആദ്യെ നിത്യാമ്മ പ്രസവിച്ചതല്ലല്ലോന്ന്. എന്നെ നിത്യാമ്മ പ്രസവിച്ചതല്ലല്ലോ. എനിക്ക് അച്ഛന്റെ അടുത്തുനിന്ന് പോവാൻ നല്ല സങ്കടമുണ്ട്. അയ്യോ, അച്ഛന്റെ അടുത്തുനിന്ന് പോയാ ഞാൻ എങ്ങനെ ഉറങ്ങുന്നു എനിക്കറിയില്ല, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എനിക്കറിയില്ല. അപ്പൂപ്പ, വേറെ എവിടെ പോയാലും ഒരു രസവും ഉണ്ടാവില്ല. എന്റെ മോളെ, ഇങ്ങനെ ഗതികേട് നിൽക്കുമ്പോഴേ ഒരു സമാധാനം തരാൻ ഈശ്വരന് പോലും കഴിയുന്നില്ല. അപ്പൂപ്പ, ഞാൻ വിഷമിച്ചു എന്ന് അച്ഛനോട് പറയല്ലേ, നിത്യാമ്മയോടും പറയല്ലേ. ഇല്ലടാ, ഇല്ല. എപ്പോഴെങ്കിലും എനിക്ക് അച്ഛനെയും നിത്യാമ്മേനെയും കാണാലോ. അപ്പൂപ്പ, അച്ഛനൊന്നും വരില്ല. അച്ഛന് വേണ്ടിയല്ലേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നേ. മോളു, ഈ വെട്ടിമുറിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കുറച്ചു കാലം കഴിഞ്ഞ് മോള് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്ന സമയം വരും. ആ സമയത്തെ കുറിച്ചൊന്നും ഇവരാരും കണക്കൂട്ടുന്നുണ്ടാവില്ല. അപ്പോഴും മോളുടെ അച്ഛൻ മോളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോ മോളുടെ തീരുമാനം അനുസരിച്ച് മോൾക്ക് മോളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ കൂടെ വരാം. മധുരമോ